നമ്മുടെ ലിവറിൻ്റെ താഴെയായിട്ട് ഒരു കൊച്ചു ഇല പോലെ നിൽക്കുന്ന കൊച്ചൊരു അവയവമുണ്ടല്ലോ, എന്താ അതിൻ്റെ പേര്? പാൻക്രിയാസ്. ഈ അവയവത്തെക്കുറിച്ചും ഈ അവയവത്തെ ഹാപ്പിയായി ഹെൽത്തിയായി നിർത്താൻ വേണ്ടിയിട്ടും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരൽ ആവശ്യമാണെന്ന് തോന്നുന്നു. അത്രയേറെ പാൻക്രിയാറ്റൈറ്റിസ്, പാൻക്രിയാസിന് അണുബാധ വരുന്ന സാഹചര്യങ്ങൾ ഇതൊക്കെ ഉള്ള ആൾക്കാരുടെ എണ്ണം കൂടി വരികയാണ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇതിനെക്കുറിച്ചുള്ളൊരു അറിവ് ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇതിന് 2 ഫങ്ഷൻസാണുള്ളത്. അതിൽ ആദ്യത്തേത് എന്താണ്? ചില ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ്. നമ്മുടെ ബ്ലഡ് ഷുഗറിനെ, രക്തത്തിലെ ഷുഗറിനെ റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഹോർമോൺസാണ് അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഈ ഹോർമോണ് യഥാർത്ഥത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതായിരിക്കും നമുക്ക് പ്രമേഹം വരുന്നത് തടയാനും പ്രമേഹം മൂലമുള്ള കോംപ്ലിക്കേഷൻസ് തടയാനും സഹായിക്കുമെന്ന്. ശക്തമായിട്ടുള്ള ക്ഷീണം വരുന്നത് തടയാൻ, പിന്നെ ഉദ്ധാരണ ശേഷി കുറഞ്ഞു പോകുന്നത് തടയാൻ ഇതൊക്കെ ഈ ഹോർമോൺ സഹായിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് പാൻക്രിയാസിൻ്റെ ഒരു ഫങ്ഷൻ എന്താണ്? ഇത് നമ്മുടെ ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഭക്ഷണത്തിൻ്റെ ദഹനം ശരിയായ രീതിയിലാകുമ്പോൾ എന്താവും? ഇത് നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള പോഷക വസ്തുക്കളെ അവിടുന്ന് വിഘടിപ്പിച്ചിട്ട് നമുക്ക് അതിൻ്റേതായ രീതിയിൽ സപ്ലൈ ചെയ്യാൻ സഹായിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ പാൻക്രിയാസിൻ്റെ പ്രവർത്തനം അവതാളത്തിൽ എന്തായിരിക്കും ഉണ്ടാവുക? ഈ ഡൈജസ്റ്റീവ് പ്രോസസ്സ് അവതാളത്തിലാവും. അപ്പോൾ എന്താവും? അങ്ങോട്ട് വെയിറ്റ് കുറഞ്ഞു പോകുന്ന സാഹചര്യങ്ങൾ, ക്ഷീണം വല്ലാതെ നിൽക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ദഹനം ശരിയായ രീതിയിലാവാത്ത സാഹചര്യങ്ങളും പാൻക്രിയാസിൻ്റെ പ്രശ്നം കൊണ്ടുവരാം. നല്ല ആരോഗ്യത്തോടെ നിലനിൽക്കാൻ വേണ്ടി നിങ്ങളെ പാൻക്രിയാസ് ആഗ്രഹിക്കുന്നത് എന്താണ്? ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റാണ്. നമ്മുടെ ശരീരത്തിൽ നീർവീക്കം ഉണ്ടാക്കി നമ്മുടെ ശരീരത്തെ കുളമാക്കാത്ത ഒരു മെഡിറ്ററേനിയൻ ഡയറ്റൊക്കെ പോലത്തെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഭക്ഷണം ആണ് നമ്മളെ പാൻക്രിയാസ് ആഗ്രഹിക്കുന്നത്. നല്ല ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഹെൽത്തി ഫിഷും അതുപോലെ വല്ലാതെ ജങ്ക് ഫുഡൊന്നും അടങ്ങാത്ത നല്ല ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസും ഹെൽത്തി ഫിഷും വെള്ളവും ഒക്കെ നല്ല രീതിയിലെത്തിയതും എന്നാൽ ജങ്ക് ഫുഡ്സ്, എണ്ണക്കടികൾ അതുപോലത്തെ പല കാര്യങ്ങളും എത്താത്തതുമായിട്ടുള്ള നല്ലൊരു ഹെൽത്തി ഭക്ഷണമാണ് നമ്മളെ പാൻക്രിയാസ് ആഗ്രഹിക്കുന്നത്. പിന്നെ നമ്മളെ പാൻക്രിയാസ് ഹെൽത്തിയായി നിൽക്കാൻ നമുക്ക് വേണ്ടത് നമ്മുടെ ഒരു വ്യായാമം ശരിയായി ചെയ്യുക എന്നുള്ളതാണ്. വ്യായാമം ശരിയായി ചെയ്യുമ്പോൾ ഫാറ്റ് അക്കുമുലേഷൻ കുറയും, ഫാറ്റൊക്കെ ലോസായി പോവും. അപ്പം എന്താവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാൻക്രിയാസിനെ ഏറ്റവും ഹെൽത്തി ആയ സ്റ്റേറ്റിൽ അത് പിടിച്ചു നിർത്തുകയും അതുമൂലം പാൻക്രിയാറ്റിക് ക്യാൻസറൊക്കെ വരുന്നത് തടയാനും സാധ്യമാവും. പിന്നെ പ്രമേഹം വരുന്നത് തടയാനും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ശക്തമായി നിലനിർത്താനും സാധ്യമാവും. നമ്മുടെ പാൻക്രിയാസിന് തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യം ഏതാണ്? പുകവലിയാണ് അതിലൊന്നാം സ്ഥാനത്ത്. ഈ പുക വലിച്ച് കഴിയുമ്പോൾ എന്താവും? നമ്മുടെ ശരീരത്തിൽ ഈ നീർവീക്കം വളരെ ശക്തമായിട്ട് അങ്ങ് അവതാളത്തിലാവും. നീർവീക്കം വളരെ ശക്തമായിട്ടുണ്ടാവും. ഇൻഫ്ലമേഷൻ, ഞാൻ പറഞ്ഞല്ലോ ഇതിന് ഇഷ്ടം ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റാണ്. ഈ കുളമാകുക, നമ്മൾ പുക വലിക്കുന്ന സമയത്ത് അതിലൂടെ എല്ലാ വിഷവായും നമ്മുടെ ശരീരത്തിലെത്തുകയും നമ്മൾ ആ സെല്ലുലാർ ലെവലിൽ ഏറ്റവും അടിയിൽ ലെവലിൽ നമുക്ക് എന്താവും? ഇതെല്ലാം കൂടി അങ്ങോട്ട് കുളമാക്കി ആകെ എന്താ പറയുക, ചക്കിച്ചളി ആവുക എന്ന് പറയുമല്ലോ, ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. ഇത് നമ്മൾ പാൻക്രിയാസ് ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. ഈ സിഗരറ്റ് വലിക്കുമ്പം നമ്മൾ DNA ആണ് അത് ഡാമേജ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് ഇതിന് തീരെ ഇഷ്ടമില്ലാത്തൊരു സാഹചര്യം എന്താണ്? അത് മദ്യമാണ്. നമ്മളെ പാൻക്രിയാസിനെ ശരിക്കും ഒരു കത്തിയെടുത്ത് കുത്തുന്ന പോലെ നോവിക്കുന്ന ഒരു സംഭവമാണ് മദ്യം എന്ന് പറഞ്ഞാൽ. പലപ്പോഴും ഈ പാൻക്രിയാറ്റൈറ്റിസ് ഒക്കെ ഉള്ള ആൾക്കാർ മദ്യപാനം അവരോട് വർജിക്കാൻ പറഞ്ഞിട്ട് വർജിക്കാതെ അവസാനം അതിൻ്റെ ആ ഒരു ലഹരി ആസ്വദിക്കാനുള്ള അവരെ ത്വര നിയന്ത്രിക്കാൻ കഴിയാതെ കുടിച്ച അവസാനം മരിച്ചുപോയ കേസൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനി നമ്മളെ പാൻക്രിയാസിന് എന്തോ കുഴപ്പമുണ്ടോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ചില ശാരീരിക സൂചനകൾ എന്തൊക്കെയാണ്? അപ്പം നമുക്ക് മലം അത് വളരെ ലൈറ്റ് കളേർഡ് ആവുകയും അതിങ്ങനെ ചെറിയ നമ്മൾ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്ന രീതിയിൽ, നമ്മൾ ടോയ്ലറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചെറുങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കും. അങ്ങനത്തെ സാഹചര്യത്തിൽ മലം കാണിക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മളെ പാൻക്രിയാസിന് എന്തോ കുഴപ്പമുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. എപ്പോഴെങ്കിലും നമുക്ക് ഒരു ജോണ്ടിസ്, മഞ്ഞപ്പിത്തം പ്രത്യക്ഷപ്പെടുകയാണ്. ചിലപ്പോൾ നമ്മളെ കണ്ണിൽ മഞ്ഞ കാണാം, തൊലിയിലൊക്കെ നോക്കിയാൽ മഞ്ഞ കാണാം. ഇത് ചിലപ്പോൾ പാൻക്രിയാസിൻ്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാവാനും സാധ്യതയുണ്ട്. പിന്നെ നമ്മളെ ബോഡിയുടെ സെൻട്രലിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു വയറുവേദന, അതും ചിലപ്പോൾ പാൻക്രിയാസിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും. നമുക്കൊരു അപ്രതീക്ഷിതമായിട്ട് അങ്ങോട്ട് വെയിറ്റ് കുറഞ്ഞു പോവാം, ചിലപ്പോൾ പാൻക്രിയാസിൻ്റെ പ്രശ്നം കൊണ്ടാവാൻ സാധ്യതയുണ്ട്. പാൻക്രിയാസിനെ ബാധിക്കുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ്? അതിൽ ഒന്നാം സ്ഥാനത്ത് കിടക്കുന്ന ഡയബറ്റീസാണ്. നമ്മളെ പാൻക്രിയാസ് ബ്ലഡ് ഷുഗർ റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്ന അത്ര രീതിയിൽ
ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുമ്പോഴാണ് ഡയബറ്റീസ് ഉണ്ടാവുന്നത്. ഇത് പിന്നെ ഹൃദയാഘാതം ഉണ്ടാവാനും പക്ഷാഘാതം ഉണ്ടാവാനും ഉദ്ധാരണശേഷി ഇല്ലാത്ത അവസ്ഥ വരാനും കിഡ്നി ഫെയിലിയർ ഉണ്ടാവാനും കാഴ്ച ഇല്ലാതായി പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കാനൊക്കെ സാധ്യതയുള്ളത് കൊണ്ട് പ്രമേഹം നിയന്ത്രിക്കലും ആവശ്യം. തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു അവസ്ഥ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ഭക്ഷണം, വ്യായാമം ഇവയൊക്കെ പുലർത്തിയിട്ട് നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഇൻസുലിൻ പ്രതിരോധത്തെ മറികടക്കേണ്ട ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത്. അടുത്തൊരു പാങ്ക്രിയാസിനെ ബാധിക്കുന്നൊരു പ്രശ്നമാണ് പാങ്ക്രിയാറ്റൈറ്റിസ്. പാങ്ക്രിയാറ്റൈറ്റിസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമുക്കറിയാം, നമ്മുടെ ഇതിനുള്ളിൽ ഒരുപാട് ദഹനത്തെ സഹായിക്കുന്ന ഒരുപാട് എൻസൈംസ് ഉണ്ട്. ഈ എൻസൈംസ് സ്വന്തം പാങ്ക്രിയാസിനെ തന്നെ അങ്ങ് ദഹിപ്പിച്ച് കളയുന്നൊരു സാഹചര്യം ഉണ്ടായാൽ എന്തായിരിക്കും? ആ സാഹചര്യമാണ് പാങ്ക്രിയാറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ഇതങ്ങനെ അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്ത് പോകുമ്പോൾ എന്തായിരിക്കും? വളരെ ശക്തമായിട്ടുള്ളൊരു വേദന ഈ ഒരു ഘട്ടത്തിൽ അനുഭവപ്പെടുന്നുള്ളതാണ്. ഈ പാങ്ക്രിയാറ്റൈറ്റിസ് തന്നെ അക്യൂട്ട്, പെട്ടെന്ന് വന്ന് പെട്ടെന്ന് തന്നെ പോകുന്നതുണ്ടാവും, എന്നാൽ ക്രോണിക്കായിട്ട് നിലനിൽക്കുന്നുണ്ടാവും. പെട്ടെന്ന് വന്നിട്ട് പോകുന്ന ഒരു പാങ്ക്രിയാറ്റൈറ്റിസ് ആണെങ്കിൽ അത് ചിലപ്പോൾ കുറച്ച് ചിലവർക്ക് ഭക്ഷണമൊന്നും കൊടുക്കാതെ ഓറലായിട്ട് വെറും IV ഫ്ലൂയിഡ് മാത്രം കൊടുത്തുകൊണ്ട് ചികിത്സിക്കുക, കുറച്ച് എന്തെങ്കിലും പെയിനോ എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിയുമ്പോഴേക്ക് അത് റിലീഫാവും. ക്രോണിക്കായ പാങ്ക്രിയാറ്റൈറ്റിസ് ആണെങ്കിൽ അതിന് എന്ത് ചെയ്യും? ലൈഫ് ലോങ് ആയിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള എന്ത് ചെയ്യും? എൻസൈംസ് വേറെ സപ്ലൈ ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചിലപ്പം പാങ്ക്രിയാസ് എടുത്തു കളയുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഉണ്ടാകുന്ന ഒന്നാണ് പാങ്ക്രിയാറ്റിക് ക്യാൻസർ എന്നുള്ളത്. ഇത് കുറച്ച് വൈകി മാത്രം കണ്ടെത്തുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ വൈകി പോകാനും കുറച്ച് അപകടകരമായ സാഹചര്യത്തിലേക്ക് നീങ്ങാനും സാധ്യതയുള്ളൊരു ക്യാൻസറാണ്. ഇന്ന് പാങ്ക്രിയാറ്റിക് ക്യാൻസറൊക്കെ ഉള്ള ഒരുപാട് പേര് ദീർഘകാലം ജീവിക്കുന്നൊക്കെ നമ്മൾ കാണാറുണ്ട്. എങ്കിലും അത് പെട്ടെന്ന് തന്നെ കണ്ടെത്തേണ്ട ഒരു ക്യാൻസർ. കാരണം ഏറ്റവും അപകടം പിടിച്ച ക്യാൻസറിലൊന്നാണ് ഈ പാങ്ക്രിയാസിൻ്റെ ക്യാൻസർ എന്നുള്ളത്. ഈ പാങ്ക്രിയാസിൻ്റെ ക്യാൻസറിന് വേണ്ടിയിട്ട് കീമോതെറാപ്പി, സർജറി, പിന്നെ അതിൻ്റെ ആ മ്യൂട്ടേഷൻ ഒഴിവാക്കിയിട്ട് അതിന് സെല്ലുലാർ ലെവലിൽ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ ചികിത്സാ രീതികൾ വരുന്നുണ്ട്. അത് വലിയ പ്രതീക്ഷയാണ് നമുക്ക് നൽകുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബൈ.